കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളമറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം ബോട്ടുകളും ഡ്രോണും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററും ഉപയോഗിച്ച് തെരച്ചിൽ നടന്നിരുന്നു. അപകടം നടന്ന് 9ാം ദിനമാണ് ഇന്ന്. മകനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരമ്മ. നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അപകടത്തിൽപ്പെട്ടാണ് മകനും ഭർത്താവും അച്ഛനും ഉൾപ്പെടെ രേഷ്മയുടെ കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ടത്. ഭർത്താവിന്റെയും അച്ഛന്റെയും മൃതദേഹങ്ങൾ ലഭിച്ചെങ്കിലും മകൻ ഗൗതം കൃഷ്ണനെ കണ്ടെത്താനായില്ല. രേഷ്മ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. ഇന്നലെ വിദഗ്ധ സംഘമെത്തി രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിച്ചു. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും തെരച്ചിൽ തുടർന്നു. എന്നാൽ ഇതുവരെ ഗൗതത്തെ കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം മന്ത്രി ഷിബു ബേബി ജോണും ജില്ലാ കളക്ടറുമടക്കം രേഷ്മയുടെ വീട്ടിലെത്തിയിരുന്നു. അപകടം നടന്നതിന് പിന്നാലെ എല്ലാ ദിവസവും തിരച്ചിൽ നടന്നിരുന്നതായും പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളി സംഘടനകൾ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ജനം, കൊല്ലം.